ലാത്തി ചാർജ് എന്നാൽ കാട്ടാളത്തമാകാൻ പാടുണ്ടോ? തല, നെഞ്ച്, അരക്കെട്ട് എന്നീ ഭാഗങ്ങളിൽ അടിക്കരുതെന്ന് പോലീസിനുള്ള മാർഗനിർദ്ദേശത്തിൽ പറയുമ്പോൾ അതിന് പലപ്പോഴും കടലാസിന്റെ വില മാത്രമാണ്. പ്രതിഷേധം ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അതിനെ നേരിടുമ്പോൾ ലാത്തിക്ക് ഭ്രാന്ത് പിടിക്കാൻ പാടില്ല. കാണാം റിപ്പോർട്ട്. പോലീസായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് ആദ്യം തന്നെ നൽകുന്ന പരിശീലനങ്ങളിൽ ഒന്നാണ് ലാത്തിയുടെ പ്രയോഗം എങ്ങനെ വേണമെന്നത്. അക്രമാസക്തമായ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസുകാർക്ക് നൽകുന്ന പരിശീലനത്തിന്റെ ദൃശ്യങ്ങൾ ആദ്യം കണ്ടുനോക്കാം. അതായത് പരിശീലനത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ലാത്തിയടി തലയ്ക്ക് നേരെ നീളുന്നില്ല. ഇനി 2019 പോലീസ് ആസ്ഥാനം ലാത്തിചാർജ് സംബന്ധിച്ച് പുറത്തിറക്കിയ സർക്കുലർ കാണാം. ഇതിൽ പറയുന്നുണ്ട് ലാത്തിചാർജ് എങ്ങനെ വേണമെന്നത്. തല, നെഞ്ച്, അരക്കെട്ട് എന്നീ ഭാഗങ്ങളിൽ ഒരു കാരണവശാലും അടിക്കാൻ പാടില്ല. എന്നാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തക മേഘ രഞ്ജിത്ത് എന്തുകൊണ്ടാണ് ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ആശുപത്രിയിൽ തുടരേണ്ടി വരുന്നത്? വീശിയപ്പോഴത്തേക്ക് ഞാൻ പേടിച്ചിട്ട് മുഖം തിരിച്ചതാണ് എൻ്റെ തലയുടെ പുറകിലടിച്ചു. കൊല്ലുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. യൂത്ത് കോൺഗ്രസ് നേതാവായ തൊടുപുഴ സ്വദേശി സമദിന് കണ്ണിനാണ് ഗുരുതര പരിക്കേറ്റത്. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ അടിച്ചതും തലയ്ക്കു തന്നെ. ജീവച്ഛവങ്ങളെ സൃഷ്ടിക്കുന്ന തരത്തിലാകരുത് ലാത്തിചാർജുകൾ. പ്രതിഷേധം ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അക്രമത്തെ അടിച്ചമർത്താം, എന്നാൽ കൊല്ലാക്കൊലയാകരുത്. വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം.